വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗായ്സ് വന്നേക്കണേന്ന് വെച്ചാൽ ഗായ്സ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് 3Dയിലും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് 3Dയിൽ എന്തായാലും വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്നാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്നാലും എനേബിൾ ആവുന്നതാണ്. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പം ഏതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വെബ് സീരീസ് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമ്മുടെ വെബ് സീരീസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ടൊക്കെയാണ് വന്നേക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പേ എന്നാലും കുറേ വീഡിയോ കിട്ടിയിരുന്നു, പക്ഷെ അതിലൊന്നും കുറേ പേരൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് എന്നാലും നിങ്ങൾ ആ വീഡിയോകളൊക്കെ കാണാം. വെച്ചാൽ ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്മുടെ അങ്ങോട്ടുള്ള ആ ഒരു വെബ് സീരീസ് സ്റ്റോറി വീഡിയോസുകളൊക്കെ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെന്തായാലും കുറച്ച് മുമ്പ് എന്തായാലും നമ്മളാണെങ്കിൽ ഒരു ഏതാണ് അസോൾട്ട് 8ൻ്റെ വീഡിയോകളൊക്കെ ഇട്ടിരുന്നു. നമ്മളങ്ങനെ കേഡിലാക്ക് വണ്ടികളൊക്കെ വാങ്ങണത്. ഓക്കെ, അത് കാണാതുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ അതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ട്. ഓക്കെ, ആരും സ്കിപ്പ് ചെയ്യാതെ ഇരിക്കല്ലേ, എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗായ്സ്, എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും വീട്ടിലെന്തായാലും ഏതാണ് രാവിലെ തന്നെ എണീറ്റിട്ട് ഫുള്ള് ഒരു പുഷപ്പോ ഒന്നും എടുക്കാതെ ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഒരു ബാഗൊക്കെ എടുത്ത് അതിൽ കംപ്ലീറ്റ്ലി എന്തായാലും ക്യാഷൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഫുള്ളി ഇങ്ങനെ നോക്കിയായിരുന്നു ആ ഡ്രോ കൂട്ടിയാണ്. എന്നിട്ട് ഇവിടെ കുറച്ച് നേരം TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഭയങ്കര ബോറടിയാണ്. ഓക്കെ, എന്തിനാണ് ഞാൻ ഈ ബാഗിലോട്ട് ക്യാഷൊക്കെ എടുത്ത് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരാവശ്യത്തിനാണ് കേസ്. ഓക്കെ, അപ്പം അതെന്ത് സാധനത്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പം നമുക്ക് സത്യത്തിൽ നമ്മുടെ ഈ ഒരു വീട്ടിൽ കാണാൻ സത്യത്തിൽ ഒരു പട്ടിയില്ല. ഓക്കെ, എന്നുവെച്ചാൽ നമുക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് പിന്നെ ബാക്കി കാര്യത്തിന് എല്ലാത്തിനും വേണ്ടിയിട്ടൊരു പട്ടീനെ വേണം. ഓക്കെ, നമുക്ക് എപ്പോഴും ഈ ഗണ്ണും വെച്ചുകൊണ്ടൊക്കെ അങ്ങോട്ട് ഇങ്ങനെ നടക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. നമ്മളതിലിപ്പോൾ അഥവാ ഗണ്ണിൻ്റെ ബുള്ളറ്റോ അങ്ങനെ എന്തെങ്കിലും തീർന്നു ഇതേപോലെ വല്ല സീനോ അങ്ങനെ വന്ന് വല്ല കളനോ വല്ല ഇവിടെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കണ്ടേ, അതിനായിട്ടൊരു പട്ടീനെ നമുക്ക് വേണം. ഓക്കെ, ഇന്നലെ തന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു കള്ളം കയറിയതേ ഉള്ളൂ. ആ വീട്ടിൽ പട്ടി കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു കോടീശ്വരൻ്റെ വീടാണ് കേ, ഇവിടെ നിന്നല്ല അങ്ങ് ദൂരെയാണ്, ഏകദേശം ഇവിടെ അടുത്ത് തന്നെയാണ് കേ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം കേ. എൻ്റെ വീടിൻ്റെ ഇപ്പുറത്തൊന്നും വീടുകളൊന്നും തന്നെ ഇല്ല. ഓക്കെ, അങ്ങ് ദൂരത്തൊരു വീടുണ്ട്, അവിടെ നിന്നാണ് കള്ളം കയറിയത്. ഓക്കെ, ഒരു കാറും പിന്നെ 2 ബൈക്കും കുറേ സാധനങ്ങൾ അടിച്ചോണ്ട്. ഓക്കെ, അങ്ങേരയിലുള്ള മുക്കാൽ സാധനങ്ങളെന്നെല്ലാം അടിച്ചോണ്ട്. ഓക്കെ, കുറേ അടിച്ചു വരാൻ നിന്നപ്പം പറ്റിയില്ല. ഓക്കെ, കാർ അടിച്ചുകൊണ്ടിട്ടുണ്ട്. ഓക്കെ, പുള്ളിയുടേതും ഒരു നിസാൻ്റെ GTR ആണ്. ഓക്കെ, അതും കളം എടുത്തുകൊണ്ട്. ഓക്കെ, എന്ത് കഷ്ടമാണല്ലോ, ഇവിടെ ആയിട്ടൊക്കെ ഭയങ്കര മോഷണങ്ങളാണ്. ഇനി നമ്മുടെ വീട്ടിലും വരുമോയെന്നൊന്നും എനിക്കൊരു പിടിയും തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ കേട്ടോണ്ട് പിന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു പട്ടി ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തായാലും ഒരു പട്ടീനെ വാങ്ങാൻ പോകണം. നമ്മൾ ഏത് പട്ടി എടുക്കുമെന്നൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എങ്ങനത്തെ പട്ടി എടുക്കുമെന്ന് നമുക്കൊരു പിടിയും തന്നെ ഇല്ല. ഓക്കെ, എങ്ങനെയെങ്കിലും ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു പട്ടി എടുക്കണം. ഓക്കെ, എൻ്റെ മനസ്സിൽ നമ്മുടെ ബെൽജിയം ബെലേനോസ് എന്നൊരു പട്ടികളൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവലായിട്ടുള്ള നമ്മുടെ പോലീസിൻ്റെ കയ്യിലൊക്കെ ഇരിക്കണ ഒരു ഡോഗുകളൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു പട്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബെൽജിയം ബെലനോസ് എന്നുള്ള ഒരു പട്ടിയൊക്കെ അങ്ങനെ എന്തോണെന്നാണ് എൻ്റെ പേരൊക്കെ, ബെൽജിയം ബെലനോസ് എന്നാണ്. ഓക്കെ, ബെലേനോസ് എന്നുള്ള കറക്റ്റാണോ അതെനിക്കറിയത്തില്ല, പക്ഷെ എന്നാലും നമ്മുടെ സിറ്റിയിലും കേരളമൊക്കെ ആ ഒരു പട്ടികളൊക്കെ റെയറാണ്. അതേപോലെ ആ പട്ടി വേറെ ലെവലാണ്, കടിച്ച് ഫുള്ള് കീറുകളാണ്. ഓക്കെ, ഒരു ട്രെയിനിങ് ഡോഗും കൂടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ബെൽജിയം ബെലനോസുകളൊക്കെ എടുക്കാം. ഓക്കെ, അതാണ്. ഓക്കെ, അതിന് നല്ല പൈസകളൊക്കെ ആവും, മിക്കവാറും എനിക്ക് തോന്നണ ഒരു 1 ലക്ഷം രൂപയെങ്കിലും ആവും. നമ്മൾ വലിയ പട്ടിയാണ് എടുക്കുകയാണ്. ഓക്കെ, ചെറിയ പട്ടിക്കാണെങ്കിൽ വലിയ വില കാണത്തില്ല. ഓക്കെ, കൂടിപ്പോയ ഒരു 50,000 രൂപയൊക്കെ വരത്തുള്ളൂ. എന്തായാലും അത്രയും റെയർ പട്ടിയാണ്. അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പട്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും താറിൻ്റെ കീ ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ താറുകളൊക്കെ ലോക്ക് ചെയ്താൽ കയറി നമുക്ക് താറിപ്പേ വാങ്ങിച്ചിട്ട് തരും. ഓക്കെ, താറിലാകുമ്പോൾ നിറയെ സ്ഥലമുണ്ട്. കാറിപ്പോ ശരിയാവൂലേ. ഓക്കെ, നമ്മുടെ സ്കോർപ്പിയോടെ കിടക്കട്ടെ. ഓക്കെ, അത് ഇന്നലെ ഓൾറെഡി ഓടിച്ചാണ് കുറേ. ഓക്കെ, നമുക്കൊന്ന് താറെടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതിലെന്തായാലും വാങ്ങിക്കൊണ്ട് വരാം. ഓക്കെ, നമ്മുടെ പട്ടീനെ. ഓക്കെ, എന്നിട്ട് നമുക്ക് പട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡോഗ് ഹൗസുകളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ,
ഡോഗ്സ് എന്ന് ഉദ്ദേശിച്ച പട്ടിക്കൂടാണ്. ഓക്കെ, നമുക്കൊരു പട്ടിക്കൂട ഉണ്ടാക്കണം. പട്ടിക്കൂട ഉണ്ടാക്കണം അല്ലെങ്കിൽ വാങ്ങണം. ഓക്കെ, പക്ഷേ വാങ്ങണമെന്ന് തോന്നുന്നു നല്ലത്. ഓക്കെ, ഉണ്ടാക്കണത് നല്ലതാണ്. ഓക്കെ, നമുക്ക് നല്ല വലിയൊരു പട്ടിക്കൂടാണ് ഉദ്ദേശിക്കണം. ഓക്കെ, വീടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വയ്ക്കാം. ഓക്കെ, പട്ടിക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലം സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള ഫേമസ് ഡോഗ് ഷോപ്പുകളൊക്കെ എന്തായാലും ഉണ്ട്. ഡോഗ് ഷോപ്പല്ല, എല്ലാ പെറ്റുകളും അവിടെ ഉണ്ട്. ഓക്കെ, കുതിര വരെ ഉണ്ട്. ഓക്കെ, കുതിരയുടെ ആവശ്യമൊന്നും നമുക്കില്ല. ഓക്കെ, കുതിരയൊക്കെ പിന്നെ വാങ്ങാം. ഓക്കെ, കുതിരപ്പുറത്തിരിക്കുന്ന പക്ഷേ നല്ല രസമാണ്. ഓക്കെ, കുതിര വേണ്ട, നമുക്ക് പട്ടി മതി. ഓക്കെ, ഒരു കിടിലൻ പട്ടി എടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, ബെൽജിയം ബെലനോസ് അവിടെ കിട്ടുമോ എന്ന് എനിക്കറിയണ്ട. ഫേമസ് പെറ്റ് ഷോപ്പാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോണത്. ഓക്കെ, അവിടെ പോയി നമുക്ക് നല്ലൊരു പട്ടീനെ അങ്ങ് വാങ്ങാം. ഓക്കെ, ഈ കള്ളൻ്റെ കാര്യം അങ്ങനെ ഓർത്തൊന്നുമല്ല, എനിക്ക് അല്ലെങ്കിൽ ഒരു പട്ടി വേണം. എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഇവിടെ ഏകദേശം നമ്മുടെ ഏതാണ് ഡോഗ് ഷോപ്പിൽ ഞാനൊക്കെ എത്തി. ഡോഗ് ഷോപ്പല്ല, സോറി, എപ്പോഴും ഞാൻ ഡോഗ് ഷോപ്പ് എന്നാണ് പറഞ്ഞത്. പെറ്റ് ഷോപ്പിൽ എത്തി. ഓക്കെ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ഇത് ഫുള്ള് പെറ്റ് ഷോപ്പാണ്. ഓക്കെ, ഇവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. മുകളിലാണ് വലിയ മൃഗങ്ങളൊക്കെ കിടക്കണം. ഓക്കെ, 2 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വണ്ടിയുടെ ഒന്നും ഒരു പിടിയില്ല. വണ്ടി ഒരു കാര്യം ചെയ്യാം, വണ്ടിയൊങ്കിൽ ഈ ഒരു ഏതാണ് വണ്ടിയൊങ്കിൽ ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്ത് അങ്ങിടാം. ഓക്കെ, നമുക്ക് പോയി പട്ടി ഒന്ന് നോക്കി ഞാൻ സെറ്റാക്കിയിട്ട് എന്തായാലും വരാം. ഞാൻ എന്തായാലും അകത്ത് പോയത് പട്ടീനെ ഒന്ന് സെറ്റാക്കിയിട്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാം. അങ്ങനെ അകത്ത് പോയിട്ടൊന്ന് പട്ടി ഒന്ന് സെറ്റാക്കിയിട്ട് വരാം. ബെൽജിയം ബെലനോസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. ഓക്കെ, ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഗായ്സ് നമ്മുടെ ഏതാണ് ഫൈനലി ഗായ്സ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ബെൽജിയം ബെലൈനോസ് എന്നുള്ള പട്ടി നമുക്ക് ഫൈനലി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഈ കടയിൽ സത്യത്തിൽ വെറും 4 പീസ് ഉണ്ടായിരുന്നു. ആ 4 പീസിൽ 2 ഓർഡർ വന്നിരുന്നു. ബാക്കി 2 ഒരാൾ നോക്കി വെച്ചിരുന്നു, പക്ഷെ അയാൾ പറഞ്ഞില്ല. അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് എന്തായാലും ഭാഗ്യവശാൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല പൈസകളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പട്ടീനെ എന്തായാലും കാണിച്ചു തരുന്നുണ്ട്. ഒരു സീന് പട്ടിയാണ്, നല്ല ട്രെയിനിങ് ഡോഗാണ്. നമ്മളൊന്നും തന്നെ ചെയ്തില്ല, പക്ഷേ ബാക്കിയുള്ള തന്നെ കടിച്ചു കയറും. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ പട്ടിയാണ്. ഓക്കെ, അവിടെ പെറ്റും കയറലൊക്കെയാണ് ഇതെന്ന് വെച്ചാൽ. ഓ, കാണാൻ എന്ത് ലുക്കല്ലേ. ഓ, ക്യൂട്ട് സാധനമാണ്. ഓക്കെ, ഓഫ് നമ്മുടെ പുലിക്കുട്ടി. ഓ, നീ വേണം എന്നെ പൊന്നുപോലെ നോക്കാം കേട്ടാടാ. ഞാൻ നോക്കാം. ഓ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നേ, ഈ പട്ടിക്ക് പിന്നെ സംസാരിക്കാനും കൂടെ പറ്റും കേട്ടാ. ഇതൊരു സ്പെഷ്യൽ പട്ടിയും കൂടെ ആണ് ഗൈസ്. ഓക്കെ, ഇതിന് സംസാരിക്കാനൊക്കെ പറ്റും. ഇത് ട്രെയിനിങ് ഡോഗായതുകൊണ്ട് തന്നെ ഇതിന് സംസാരിക്കാൻ പറ്റും. ഹേ, ഹലോ പട്ടിക്കുട്ടി, ഒരു ഹായ് പറ. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേരാണ് ബെൽജിയം ബെലനോസ്. എൻ്റെ അമ്പോ, എൻ്റെ കുര കണ്ടാൽ നിങ്ങൾ ബോധം കെട്ടി വീഴും. ഓക്കെ, ഇത് സ്പെഷ്യൽ ട്രെയിനിങ് ഡോഗാണ്. ഓക്കെ, എനിക്കെന്തായാലും ഈ പട്ടീനെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പട്ടീനോട് ഒരു ഹായ് ചുമ്മാ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹായ് പട്ടിക്കുട്ടി, ഹായ്. എൻ്റെ അമ്പോ, ഈ സാധനം വേറെ ലെവൽ സാധനമാണ്. ഓക്കെ, പട്ടി വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, ഈ പട്ടിയുടെ മണ്ടയ്ക്ക് തന്നെ നമുക്ക് സഫാരിയും ചെയ്യാൻ പറ്റും കേട്ടാ. ഇതൊരു ട്രെയിനിങ് ഡോഗാണ്, അതുകൊണ്ട് തന്നെ ഇത് ഈ പട്ടിയെല്ലാം കിടുക്കാച്ചായിട്ട് ഓടുകണ്ടത്. നമുക്ക് സത്യത്തിൽ ബൈക്കോ കാറോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതിനെ കെട്ടിയിടാന്ന് വേണ്ട, വെളിയിൽ ഇങ്ങനെ തുറന്നു വിട്ടാൽ മതി. കാരണം വെച്ചാൽ ഇത് ഒരിടം ഓടിപ്പോത്തൊന്നുമില്ല. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കടിച്ച് ഒരു പരുവാക്കും. ഓക്കെ, സീന് പട്ടിയാണ്. ഓക്കെ, നമുക്കാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കാണെങ്കിൽ 2-5-6 കടി എടുക്കാം ആർക്കെങ്കിലും. അയ്യോ, ദേ നീ കണ്ടാടി, വേറൊരുത്ത എന്തോണ്ട് പട്ടിയുടെ മണ്ടക്കിരുന്നൊക്കെ സഫാരി ചെയ്യണ്. ഞാൻ കണ്ട്. ഇവനെന്താ ഭ്രാന്താ? അയ്യോ, ഈ പട്ടി നമ്മുടെ അടുത്താണല്ലോ പറഞ്ഞ. അയ്യോ അമ്മേ, അയ്യോ പട്ടി എന്നെ കടിക്കല്ലേ. എൻ്റെ യജമാൻ പറയണതെല്ലാം ഞാൻ കേൾക്കും. പട്ടി ഒരു കടിയോട്. അയ്യോ എടി, ഓടി അല്ലെങ്കിൽ നമ്മളെ ഇപ്പം ഈ പട്ടി കടിച്ചു കൊല്ലും. അയ്യോ അയ്യോ,
പട്ടി എന്നെ കടിച്ചേ അമ്മച്ചി. ഓ ഇത്രയൊക്കെ മതി കേസ്. ഓക്കെ ഓൾറെഡി കുറേ പെണ്ണുമ്പളെ കടിച്ചിട്ടുണ്ട്. ഓക്കെ എൻ്റെ ആകുമ്പോൾ ഈ പുലിക്കുട്ടിയെന്ന് കേസ് ഈ പട്ടിയൊക്കെ ബെൽജിയം ബെല്ലനോ സൂപ്പർ. ഓക്കെ ചുമ്മല്ല പോലീസുകാരുടെ കയ്യിൽ ഇങ്ങനത്തെ പട്ടി ഇരിക്കണം. ഓക്കെ നമുക്കപ്പോൾ ഇവനെ എടുത്ത് നേരെ നമ്മുടെ താറിലോട്ട് കയറ്റി നമുക്ക് ഇവനെ നേരെ നമ്മുടെ വീട്ടിലോട്ടേക്ക് കൊണ്ടുപോകാം. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ പട്ടീനെ ഞങ്ങളൊക്കെ എടുത്ത് വണ്ടിക്കകത്ത് എന്തായാലും കയറ്റിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ എൻ്റെ ആകുമ്പോൾ പട്ടിയെ കയറ്റാൻ ഇച്ചിരി പാടാണ്. ഓക്കെ ഏകദേശം എത്ര ഒരു 30 കിലോ എങ്കിലും പട്ടിക്ക് വരും. ഓക്കെ അമ്മാതിരി വെയിറ്റ് ആണ്. ഇത്രയും സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് ഡോഗല്ലേ, പിന്നെ നല്ല സൈസൊക്കെ വരാതിരിക്കില്ല. ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര വെയിറ്റൊക്കെ ആയിരുന്നു പട്ടിക്ക്. ഓക്കെ എന്നെക്കുറിച്ച് താൻ അപവാദം പറയണോടോ? ഞാൻ അപവാദം പറഞ്ഞതല്ല നിന്നെക്കുറിച്ച്. ഞാൻ നല്ല അടിപൊളി പട്ടി, സുന്ദര പട്ടി എന്നൊക്കെ പറഞ്ഞു. അതെ 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 എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയണം എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് CJ. നിൻ്റെ പേരാ? എൻ്റെ പേര് ബെൽജിയം ബെലനോസ്. ആ പേരൊക്കെ മാറ്റാൻ പോണേ. ഞാൻ നിനക്കൊരു അടിപൊളി കിടുക്കാച്ച് പുലിക്കുട്ടിയുടെ പേരിടാൻ പോണ്. വായിക്കോ വീട്ടിലെത്തട്ടെ. ഞാൻ നിനക്ക് കിടുക്കാച്ചായിട്ടുള്ള ഒരു അടിപൊളി യമണ്ടൻ പേരിടാൻ പോണ്. വായിക്കോടാ. എന്താ എനിക്കിടാൻ പോണ പേര്? അതൊന്നും പറഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുറയ്ക്കാതെടാ. ഇതാണ് ഇനി മുതലുള്ള നിന്റെ വീട്. എൻ്റെ അമ്പോ ഈ വീട്ടിൽ നിറയെ വണ്ടി ഉണ്ടല്ലോ CJ ചേട്ടാ. ഈ വീട്ടില് നിറയെ വണ്ടി ഉണ്ടല്ലോ. നീ പിന്നെ എന്താന്ന് വിളിച്ചേ CJ ചേട്ടാന്ന്? എന്നെക്കാളും വളരെ വയസ്സ് കൂടുതലല്ല ചേട്ടന്, അതുകൊണ്ടൊരു ബഹുമാനം വെച്ചാ വിളിച്ചത്. വേണമെങ്കിൽ CJ എന്ന് വിളിക്കാം. വേണ്ട 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 CJ ചേട്ടാന്ന് വിളിച്ചാൽ മതി. എനിക്കതാണ് ഇഷ്ടം. ലൈറ്റ് അതാണ് സൂപ്പറാ. കൊള്ളാലോ. എടാ പട്ടി നീ നല്ല സൂപ്പറായിട്ട് സംസാരിക്കണല്ലോ. അതൊക്കെ പിന്നെ അല്ലാതാ. എനിക്ക് എത്ര വർഷത്തെ ട്രെയിനിങ് എന്നറിയാമോ എൻ്റെ ഇതിന് മുമ്പേ ഉള്ള മുതലാളി തന്ന. അപ്പം നീ എവിടെ നിന്നെങ്കിലും ചാടിയെന്നതാ? ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കടയിലുള്ള എൻ്റെ മുതലാളി. അപ്പം അങ്ങനെ നീ ഇപ്പം എന്തായാലും പതുക്കെ ഇറങ്ങ. എനിക്കങ്ങനെ ഇറങ്ങാൻ പറ്റി. ഈ വണ്ടിയുടെ ലോക്കൊന്ന് മാറ്റി തന്നെ ഞാൻ ചാടി ഇറങ്ങിയാണ്. വെയിറ്റ് ഞാൻ വണ്ടിയുടെ ലോക്കൊന്ന് മാറ്റിത്തരാം. ഓക്കെ ഈ പട്ടി നല്ല കിടുക്കാച്ചായിട്ട് സംസാരിക്കണം കേട്ടോ. ഇത് സ്പെഷ്യൽ ട്രെയിനിങ് ഡോഗാണ്. നമുക്ക് എന്തായാലും ഇതിനെ എടുത്ത് എന്തായാലും വെളിയിൽ ഇറക്കാം. ഓക്കെ ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ പട്ടീനെ ഞങ്ങളൊക്കെ വെളിയിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ പട്ടീനെ വെളിയിൽ ഇറക്കിയിട്ട് നമ്മുടെ താറ് സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. പട്ടി ഒരു ഹായ് പറ. ഹായ്. നീ നല്ല കിടുക്കാച്ചായിട്ട് കുറയ്ക്കണമല്ലോ. നിന്റെ മണ്ടക്കിരുന്ന് സഫാരി ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ചെയ്തോ ഞാൻ നല്ല പവർഫുൾ പട്ടിയാണ്. ഞാൻ വേണമെങ്കിൽ നിന്നെ വെള്ളത്തിലും തള്ളിയിടും കേട്ടാ CJ ചേട്ടാ. അങ്ങനെയൊക്കെ ഉണ്ടാ? എൻ്റെ അമ്പോ നിനക്ക് നല്ല ഓടാനുള്ള പവറുണ്ടല്ലോ. നീ എന്നെ പൊന്നുപോലെ നോക്കോ? പിന്നെ അല്ലാതാ. CJ ചേട്ടനെ എന്നെ 100% വിശ്വസിക്കാം. CJ ചേട്ടനെ മാത്രമല്ല, CJ ചേട്ടൻ്റെ വീടും കാറും സൈക്കിളും ബൈക്കും പോരാത്തതിന് ചേട്ടൻ്റെ എല്ലാ സാധനങ്ങളെയും ഞാൻ സൂക്ഷിക്കാം. ഒറ്റ ഒരുത്തനെ പോലെയും കയറാൻ സമയമില്ല. അപ്പോൾ തന്നെ അവനെ കടിച്ച് കീറിയ തൂഫാനിളക്കും. നേരത്തെ ചേച്ചിമാരെ കടിച്ച പോലെ. ശരി അപ്പം നമുക്ക് കാണാം. ഞാൻ ചുമ്മാ ഉറങ്ങിയല്ല, ഞാൻ സത്യമായിട്ടും പറയാണ്. ശരി നീ എന്നാൽ ഇവിടെ ഒരു സൈഡിൽ നിൽക്കുമോ? ഞാൻ ഇവിടെ നിൽക്കുമോ? ഞാൻ ആരുടെയും പോകണില്ല. എനിക്കൊരു പേരിട്ടതാ ഈ ബെൽജിയം ബെലനോസ്. എനിക്ക് സത്യത്തിൽ മടുത്ത്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ എന്നെ വിളിക്കുകയാണ് ബെൽജിയം ബെലനോസ് എന്ന്. അപ്പം നിനക്കല്ലാതെ പേരില്ലേ? ഇല്ല, എൻ്റെ പേരാണ് ബെൽജിയം ബെലനോസ്. ചേട്ടൻ എനിക്ക് നല്ലൊരു പേരായിരുന്നു സെറ്റാക്ക്. നിനക്കൊരു കിടുക്കാച്ച പേരൊക്കെ സെറ്റാക്കി തരാം എൻ്റെ ചങ്കേ. വെയിറ്റ് ഞാൻ ഒന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ നിനക്ക് പറ്റിയല്ല നല്ല പേരുണ്ടാകുന്നു. ഓക്കെ നമുക്ക് നമ്മുടെ പട്ടിക്ക് എന്തെങ്കിലും നല്ലൊരു പേരിടണം. ഓക്കെ എനിക്കിവിടെ ഇപ്പോൾ ഒരു ഉഗ്രൻ പേര് കിട്ടിയിട്ടുണ്ട്. കിടുക്കാച്ചായിട്ടുള്ളൊരു പുലിക്കുട്ടിയുടെ പേരാണ്. എൻ്റെ ആളിയെ വേറെ ലെവലായിട്ടുള്ളൊരു പേരുകളൊക്കെയാണ്. പേരുകളൊക്കെ ഞാൻ എന്തായാലും പറയാനായിട്ട് എന്തായാലും പോവുകയാണ്. പേരും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പൊന്നു ചേട്ടാ എന്നെ കൊതിപ്പിക്കാത്ത എൻ്റെ പുതിയ പേര് പറ. ടൈഗർ. നല്ല അടിപൊളി കിടുക്കാച്ച പേര്. ടൈഗർ എൻ്റെ പേരാണ് ടൈഗർ. എൻ്റെ അമ്പോ നിൻ്റെ കൊരയാണ് നൈസ്.
എൻ്റെ പേരാണ് ടൈഗർ. മൈ നെയിം ഈസ് ടൈഗർ. ഓ താങ്ക് യു ചേട്ടാ, എൻ്റെ പേര് നല്ല കിടുക്കാച്ചാക്കി തന്നേനെ. എൻ്റെ പേരാണ് ടൈഗർ. ചേട്ടൻ എന്നെ 100% വിശ്വസിക്കുക. ഞാൻ ചേട്ടനെ ഒരു പോറലോലും ഏക്കാതെ ഈ വീട്ടിൽ ചേട്ടനെ നല്ല സുഖമായിട്ട് ഞാൻ താമസിപ്പിക്കുന്നു. ആയിക്കോ. അല്ലല്ലോ, സോറി ചേട്ടാ, ഞാൻ ചേട്ടനെ ഒരു പോറലോലും പറ്റാതെ ആരും ചേട്ടനെ ഒന്നും ചെയ്യില്ല. ഞാൻ ചേട്ടനെല്ലാം പൊന്നു പോലെ നോക്കും. എൻ്റെ പവറാണ് ടൈഗർ. എൻ്റെ പേരാണ് ടൈഗർ. പേരിഷ്ടപ്പെട്ടോ നിനക്ക്? പിന്നെ അല്ലാതെ ടൈഗർ എന്ന് പറയുമ്പോൾ വേറെ ലെവലല്ലേ. ശരി എന്നാ ഓക്കെ. നിനക്കപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. എന്തോണ്? വല്ല ഫുഡോ വല്ലതും ആണോ? ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്തായാലും തിന്നും. ചേട്ടൻ എനിക്ക് എന്ത് വേണമെങ്കിലും തന്നോ. നിനക്കങ്ങനെ വൃത്തിയായിട്ട സാധനങ്ങളൊന്നും ഞാൻ തരുന്നില്ല. നിനക്ക് ഞാൻ എല്ലാ ദിവസവും ഞാൻ ചിക്കൻ വാങ്ങിച്ചിരും. ചിക്കൻ 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 എനിക്ക് വളരെ ഇഷ്ടമാണ് ചേട്ടാ. ചിക്കൻ വാങ്ങിച്ചു തരാം ചേട്ടാ. വാങ്ങിച്ചുതരാം. നിനക്കൊരു ഗിഫ്റ്റും പിന്നെ ചിക്കനെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തരാം. നീ ഇവിടെ തന്നെ നിൽക്കില്ല. നീ ഒരിടം പോവില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ചേട്ടൻ ധൈര്യമായിട്ട് പോയിട്ടാ. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കാവൽ നിന്നോളാം. ശരി എന്നാ ഓക്കെ. ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ബാഗിൽ നേരത്തെ തന്നെ ക്യാഷൊക്കെ എടുത്ത് വെച്ച് അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഞാൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമുക്ക് അവന് വേണ്ടിയിട്ടൊരു കൂട് സെറ്റാക്കും. ഓക്കെ, അവനിങ്ങനെ വെളിയിലിട്ടാൽ പോരല്ലോ, കൂട്ടിൻ്റെ അകത്തൊക്കെ കയറ്റണ്ടേ. അവന് വേണ്ടിയിട്ടപ്പോൾ ഒരു ഡോഗ് ഹൗസും കളക്കാം. നമുക്ക് നൈസായിട്ട് പോയി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ അടുത്ത് തന്നെ ഡോഗ്സിൻ്റെ ഓരോ ആക്സസറീസിൻ്റെ കടയുണ്ട്, അവിടെ പോവാം. പിന്നെ നമുക്ക് ഒരു ചിക്കൻ കടയിൽ പോയി നമുക്ക് 4 നേരത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ വാങ്ങിക്കാം. ഓക്കെ, രാവിലെ അങ്ങേരും എല്ലാം കൊടുത്തു കാണില്ലായിരിക്കും. പാവല്ലേ, രാവിലെ ഒരു 4 കിലോ ചിക്കനൊക്കെ വാങ്ങാം. ഓക്കെ, നമ്മളതിൽ പിന്നെ ലോട്ട്സ് ഓഫ് മണിയൊക്കെ ഉണ്ട്. ഓക്കെ, വി ആർ മില്യണേഴ്സ്. ഓക്കെ, നമ്മൾ അച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതിയ പട്ടീനെ വാങ്ങിച്ചു നോക്കി. അച്ഛൻ ഒരിക്കൽ കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഡോഗ്സിൻ്റെ ആ ഒരു ആക്സറീസിൻ്റെ കടയങ്ങളൊക്കെ ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും പോയി ഒരു കൂടങ്ങ് വാങ്ങാം. ഓക്കെ, കൂടെന്ന് ഉദ്ദേശിച്ച ഒരു ഡോഗ് ഹൗസ് വാങ്ങാം, ഏറ്റവും കൂടിയത് തന്നെ വാങ്ങാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും പോയി ഒരു ഡോഗ്സ് ഹൗസ് വാങ്ങാം. നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വാങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് ഒരു കിടക്കാച്ച് ഡോഗ് ഹൗസ് പോയി വാങ്ങിച്ചിട്ട് എന്തായാലും പെട്ടെന്ന് എന്തായാലും വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും നമ്മളെന്തായാലും ഡോഗ് ഹൗസുകളൊക്കെ വാങ്ങിച്ച് വണ്ടിയുടെ ഡിക്കിയിൽ എന്തായാലും കയറ്റിയിട്ടുണ്ട്. ഒരു വലിയൊരു ഡോഗ് ഹൗസാണ്. ഓക്കെ, ഞാൻ എടുത്തത് 80,000 രൂപയുടെ വലിയൊരു ഡോഗ് ഹൗസാണ്. ഓക്കെ, കിടിലൻ സാധനമാണ്. ഓക്കെ, ഇതിലെത്ര കൂടിപ്പോയാൽ എത്ര ഒരു 6 പട്ടിക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് കിടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടിപ്പോയ 8 പട്ടി ഇതിൻ്റെ അകത്ത് കയറും. പക്ഷേ നമ്മുടെ കയ്യിലുള്ള ഒരു പട്ടിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇനിയും പട്ടി വാങ്ങാം. ഓക്കെ, എനിക്ക് പട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഐ ലവ് ഡോഗ്സ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നേരെ വീട്ടിൽ പോകെ. നമ്മുടെ ടൈഗറോടെ വെയിറ്റ് ചെയ്തിരിക്കണമായിരിക്കും അവനുള്ള ഗിഫ്റ്റ്. ഓക്കെ, നമുക്ക് അവനെ ഒരു സ്ഥലത്ത് ആദ്യം കൊണ്ട് നിർത്താം. ഓക്കെ, എന്നിട്ട് നമുക്ക് പട്ടിക്കൂടെ അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ഓക്കെ, ടൈഗർ ഇവിടെ ഉണ്ടാകുന്നോ അതല്ല എടുത്ത് ഓടിപ്പോയാൽ എന്തൊക്കെ. ടൈഗർ ഇവിടെ ഉണ്ട്. ടൈഗർ ഇവിടെ പോയി. പട്ടി ഇവിടെ പോയി. എനിക്കൊരു പിടിയും തന്നെയല്ലോ. ഓക്കെ, എവിടെയെങ്കിലും പോയി കാണാം. നമുക്കെന്തായാലും അവൻ എന്തായാലും അവിടെ എവിടെയെങ്കിലും കളിച്ച് നിൽക്കണമായിരുന്നു. നമുക്കെന്തായാലും അവനുള്ള ഒരു ബിഗസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോഗ് ഹൗസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് എന്തായാലും സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഡോഗ് ഹൗസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എന്തായാലും സെറ്റ് ചെയ്തിട്ട് എന്തായാലും വരാം. ഓക്കെ ഗായ്സ്, എന്നാലും ഇവിടെ ഇപ്പോൾ എന്തായാലും ഫൈനലി ഞാൻ കുറേ സമയം എടുത്ത് എന്തായാലും നമ്മുടെ ആ ഒരു ഡോഗ് ഹൗസും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും സെറ്റ് ചെയ്യണം. കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു ഡോഗ് ഹൗസും കാര്യങ്ങളൊക്കെ. ഇതാണ് കേസ് നമ്മുടെ ഡോഗ് ഹൗസും കാര്യങ്ങളൊക്കെ. നല്ല ഇതും കാര്യങ്ങളൊക്കെയാണ്, നല്ല വലുതാണ് കേട്ടോ. 8 പട്ടികൾ കയറും. ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ ബാക്കിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ടൈഗറിനെ പോയി വിളിച്ചിട്ട് വരാം. ഓക്കെ, ടൈഗർ ഇവിടെ നിൽക്കുകയാണ്. ടൈഗർ ഇങ്ങോ. എന്താ ചേട്ടാ, നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്താണ് ഗിഫ്റ്റ്? നീ അതേ വാ, എൻ്റെ പുറത്ത് കയറിക്കോ ചേട്ടൻ. എന്താണ് ഗിഫ്റ്റ്? ചിക്കണല്ലേ? അതെനിക്കറിയാം. അതല്ല, വേറെ ഗിഫ്റ്റാണ് നിനക്ക്. നീ അതിങ്ങനെ പോ. എങ്ങനെ ഇതിലേ കൂടെ? അത് തന്നെ. അങ്ങോട്ട് നോക്കാൻ പാടില്ല. അതെന്ത്? അവിടെ വല്ലവരും ഒളിച്ചിരിക്കണം. അങ്ങനെയല്ല, ഇങ്ങനെ നിൽക്കി നിന്നല്ലോ നീ. ഇപ്പോൾ നീ ബാക്കിലോട്ട് നോക്ക്. ഇതെന്താണ് വലിയ വീടൊക്കെ? ഇതിനു മുമ്പേ ഇതിവിടെ ഇല്ലായിരുന്നല്ലോ. അയ്യോ സോറി. സ്കോർപ്പിയോ അറിയാൻ ഇടിച്ചേ. അയ്യോ അമ്മച്ചി.
സോറി ചേട്ടാ, അറിയാതെ ഞാൻ ചേട്ടൻ്റെ സ്കോർപ്പിയോ മറിച്ചിട്ട്. അതൊന്നും കുഴപ്പമില്ല. അയ്യോ അമ്മച്ചി, എൻ്റെ അമ്പു, എൻ്റെ അമ്മച്ചി, എൻ്റെ പൊന്ന് ടൈഗറേ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. അയ്യോ സോറി ചേട്ടാ, ഞാൻ അറിയാതെ ഇടിച്ചാണ്. സോറി 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 സോറി, ഐ എം വെരി സോറി. സോറി ചേട്ടാ. അതൊന്നും സാരമില്ല. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചങ്കല്ലേ നീ, എൻ്റെ ചക്കര ഇതല്ലേ, ടൈഗറല്ലേ നീ. ടൈഗറെ നീ എവിടെ? അയ്യോ സ്കോർപ്പിയോ കിടക്കണ കോലം നോക്ക്. ടൈഗറേ, ടൈഗറേ നീ എവിടെ? അയ്യോ ഞാൻ ഇവിടെ സ്റ്റക്കായി പോയേ, എന്നെ ഒന്ന് വലിച്ചിട് ആദ്യം. ഞാൻ എനിക്ക് നിന്നെ എടുക്കാം, ഇപ്പം എടുക്കാം, ഒരു സെക്കൻഡ്. എൻ്റെ പൊന്ന് ടൈഗറേ, നീ ഇവിടെ ഇപ്പം വീട്ടിൽ നിന്ന് കയറിയതല്ലോ, അപ്പം തന്നെ നീ എൻ്റെ സ്കോർപ്പിയോ മറിച്ചിട്ടാ. എൻ്റെ പൊന്ന് ഗായ്സ്, ഈ ടൈഗറിന് ഒടുക്കത്തെ ശക്തിയാണ്. എൻ്റെ അമ്മേ, വണ്ടി തന്നെ അവ അറിയാതെ തട്ടിയുള്ളൂ. നമ്മുടെ സ്കോർപ്പിയോ കണ്ട തലവത്തന വീണ്. ഈ വണ്ടി ഫുള്ള് പൊളിഞ്ഞായി. ഇതിനെ ശരിയാക്കാൻ പറ്റുമായിരിക്കും, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, എന്നാലും എൻ്റെ ടൈഗറേ, നീ എൻ്റെ സ്കോർപ്പിയോ മറിച്ചിട്ടല്ലോ. സാരല്ല, റെഡിയാക്ക. എൻ്റെ ആദ്യത്തെ വണ്ടിയായിരുന്നു. സോറി ചേട്ടാ, ഞാൻ അറിയാതെ എടുത്ത. പെട്ടെന്ന് എൻ്റെ പുതിയ ഈ ഒരു വീട് കണ്ടപ്പോൾ ആകാംക്ഷ വിളിച്ച് ചെയ്തു പോയതാണ്. സോറി ചേട്ടാ, ഐ ആം വെരി സോറി. ഞാൻ വേണമെങ്കിൽ ചെവി പിടിച്ചാണെങ്കിൽ സോറി പറയാം. ഞാൻ വേണമെങ്കിൽ ഏത്തോടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതൊന്നും വേണ്ട, ഒന്നും വേണ്ട. ചെവി പിടിക്കുക, ഏത്തോടെ ഒന്നും വേണ്ട, വേണ്ട വേണ്ട. സാരല്ല, വണ്ടിയായ തട്ടയും പൊളിയൊക്കെ ചെയ്യും, കുഴപ്പമില്ല. ഓക്കെ, നിനക്ക് വീട് ഇഷ്ടപ്പെട്ടാ? പിന്നെ അല്ലാതല്ല, കിടുക്കാച്ചു കുറ വീടല്ലേ. ചേട്ടാ, എന്നാ വീടിൻ്റെ അകത്ത് കേട്ടാ. കയറിക്കേ. ചേട്ടാ, ഇത് എനിക്ക് മാത്രമല്ല, എന്നെ പോലത്തെ കുറേ പട്ടികൾക്ക് കിടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എൻ്റെ പൊന്ന് ടൈഗറേ, ഇത് നിനക്ക് മാത്രമുള്ളതാണ്. അഥവാ ഇനി പട്ടി എടുക്കണമെങ്കിൽ അതിന് വേറെ കൂട്. അപ്പോൾ നീ ഇവിടെ എൻജോയ് ചെയ്. ചേട്ടാ ചേട്ടാ ചേട്ടാ, നേരത്തെ പറഞ്ഞാൽ ചിക്കണാ. നിനക്ക് ചിക്കണൊന്നും വാങ്ങിച്ചില്ല, നീ എൻ്റെ സ്കോർപ്പിയോ മറിച്ചിട്ടല്ലോ. ശരി ചേട്ടാ, എന്നാൽ ഇന്നത്തേക്കൊന്നും എനിക്കൊന്നും വേണ്ട. സോറി ചേട്ടാ. അങ്ങനെ പിണങ്ങാതെ, ഞാൻ ചുമ്മാ ഇറങ്ങില്ല. നിനക്കേ വാങ്ങിച്ചു വെച്ചാണ്, താറ് ചെയ്യണേ, ഞാൻ തരാം. ദൈവമേ, താറ് മറിച്ചിടാത്ത ഭാഗ്യം. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പം പട്ടിക്കുള്ള ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ ചിക്കൻ, എനിക്ക് പൊരിക്കൊന്നും വേണ്ട, എനിക്ക് പച്ചക്ക് തിന്നാനാണ് ഇഷ്ടം. ഓക്കെ, ഞാൻ ഇവിടെ പട്ടിക്ക് എന്തായാലും ഫുഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചക്കര കുട്ടി, എൻ്റെ ടൈഗറെ, നീ രാത്രി വെളിയിലിറങ്ങി ഇവിടെ ഫുള്ള് ഓടിച്ചാടി നടക്കണേ, എന്നിട്ട് എല്ലാവരെയും ഫുള്ള് നിരീക്ഷിക്കണേ, എന്നെ പൊന്നുപോലെ നോക്കണേ. അതൊക്കെ ഞാൻ ഏറ്റവും ചേട്ടാ, ചേട്ടനെ നോക്കിയിട്ട് തന്നെ കാര്യം. താങ്ക് യു ചേട്ടാ. എന്നാൽ ശരി ടൈഗറേ. എൻ്റെ സ്കോർപ്പിയോ പട്ടി മറിച്ചിട്ട് കുഴപ്പമില്ല, അവ അറിയാതെ മറിച്ചാൽ മതി. സാറിൻ്റെ ടൈഗറേ. ഓക്കെ, ടൈഗർ നല്ല പട്ടിയാണ്, എനിക്ക് നല്ല പാവം പട്ടിയാണ്, ട്രെയിനിങ്ങുള്ള ഡോഗാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യും. അല്ലേ ടൈഗറേ? അതൊക്കെ പിന്നെ അല്ലാതെ. ഓക്കെ, എല്ലാവരും എൻ്റെ ചേട്ടൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസുകളെല്ലാം കണ്ടിട്ട് ഈ വീഡിയോ കാണുക, എന്നാലേ നിങ്ങൾക്ക് എന്നെയും കാണാൻ പറ്റൂ, എൻ്റെ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പം എൻ്റെ പേരാണ് ടൈഗർ. ഓക്കെ, ഇനി ബാക്കി ചേട്ടൻ സംസാരിക്കട്ടെ. ഓക്കെ, അത് കുഴപ്പമില്ല, ടൈഗർ മറിച്ചിട്ടല്ല, അത് റിപ്പയർ ചെയ്യാം, സാറില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസുകൊണ്ട് ഇന്നത്തെ വെബ് സീരീസ് വീഡിയോ. ഓക്കെ, ഒരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീഡിയോ കണക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ വെബ് സീരീസിൽ കണക്കുണ്ട്. ഡോഗ് കണക്കാണ് ഐസർ പർച്ചേസ് ചെയ്ത്. വെബ് സീരീസിലല്ല, നമ്മൾ ഇതുവരെയായിട്ട് അല്ലാത്ത സ്റ്റോറി വീഡിയോസിലൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഓക്കെ, നമ്മൾ ഇതിലാണ് ആദ്യമായിട്ട് നമ്മൾ എന്തായാലും വീഡിയോ കണക്ക് ഇട്ടത്. ഓക്കെ, എന്തായാലും വേറെ ലെവലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈഗർ നമ്മുടെ ഇതിനെ മറിച്ചിട്ട്. ഓക്കെ, സ്കോർപ്പിയോ. ഓക്കെ, അതൊന്നും സീനില്ല. ഓക്കെ, മനഃപൂർവ്വം ഇതിനായിട്ട് മറിച്ചിട്ടാണ്. ഓക്കെ, ടൈഗറിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്ക് ബഡീസുകളും ഗുഡ് ബൈ. ഇതുവരെയായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. നിങ്ങൾ വീഡിയോസൊന്നും ചിലതൊന്നും കാണുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക, എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ.